Hi everyone, welcome back to my channel Toppers Media. To score more marks and achieve full A+, subscribe my channel Toppers Media. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂറോൺസ് എന്താണ്, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നും ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്നും കൂടി പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സോൺസ് എന്നുള്ള ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. ന്യൂറോൺസിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. നമുക്ക് നോക്കാം. Axons of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, myelin sheath എന്ന് പറയുന്നത് ആക്സോണിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഷീറ്റ് പോലുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, myelin sheath എന്ന് പറയുന്നത് അല്ലേ. എന്താണ് പറയുന്നത്, ആക്സോൺ എന്ന് പറയുന്നത് ന്യൂറോൺസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ myelin sheath ആണ് കവേർഡ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനെയാണ് myelin sheath എന്ന് പറയുന്നത്. Analyze illustration 1.3 and the description. Find out the characteristics and significance of myelin sheath and prepare a note on the basis of indicators given below. ഇതാണ് 1.3 എന്നുള്ള ഫിഗർ അല്ലേ. എന്താണ് തന്നിട്ടുള്ളത്, ഫോർമേഷൻ ഓഫ് myelin sheath ആണ് തന്നിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്, ആ ഫസ്റ്റ് തന്നിട്ടുള്ള ഫിഗറിൽ തന്നിരിക്കുന്നു ഷ്വാൻ സെല്ലാണ്. ഷ്വാൻ സെല്ലിൽ അതുപോലെ മൈലിൻ ഷീറ്റും ആക്സോണും എന്താണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ന്യൂറോൺ പാർട്ട് തന്നിട്ട് അതിലും തന്നിട്ടുണ്ട് ആക്സോൺ എന്താണ്, മൈലിൻ ഷീറ്റ് എന്താണെന്നുള്ള പോർഷൻസ് അല്ലേ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഡാർക്ക് ബ്ലൂ സെക്ഷനായിട്ട് കാണുന്ന ഭാഗത്തിനെയാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സോണും മൈലിൻ ഷീറ്റും, ആക്സോണിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഷ്വാൻ സെൽസ്. ഓക്കെ, നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. മൈലിൻ ഷീറ്റ് ഇനി പറയുന്നത് എന്താ, നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. മൈലിൻ ഷീറ്റ് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ബൈ ഷ്വാൻ സെൽസ്. നെർവ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണ്. ആക്സോൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് നെർവ് എന്ന് പറയുന്നത്. ഇതിൽ മൈലിൻ ഷീറ്റ് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷ്വാൻ സെൽസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ആക്സോൺ എന്ന് പറയുന്നത് നെർവ്സ് ഗ്രൂപ്പ്, ആക്സോൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് നെർവ്സ് എന്ന് പറയുന്നത്. ദെൻ myelin sheath in the brain and the spinal cord is formed of specialized cells called oligodendrocytes. ബ്രെയിനിലെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ്, ഒരു സ്പെഷ്യൽ സെൽസ് യൂസ് ചെയ്തിട്ടാണ് ബ്രെയിനിലെയും അതുപോലെ സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. എന്താണ് ആ സെൽസിൻ്റെ പേര്, ഒലിഗോഡെൻഡ്രോസൈറ്റ്. നമ്മൾ ഈ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് ബ്ലൂവിലുള്ള സെക്ഷൻ അല്ലേ, ആ സെക്ഷനെയാണ് എന്ത് പറയുന്നത്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും മെയിൻ ആയിട്ടുള്ള സെൽ, മൈലിൻ ഷീറ്റ് ഫോം ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലിനെയാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ദ മൈലിൻ ഷീറ്റ് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. മൈലിൻ ഷീറ്റിന് എന്ത് കളറാണുള്ളത്, ഒരു ഷൈനി വൈറ്റ് കളർ, തിളക്കമുള്ള ഒരു വൈറ്റ് കളറാണുള്ളത്. ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വെർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആൻഡ് ആർ പ്രസൻറ്റ് ഇൻ abundance is called white matter, and the part where non-myelinated nerve cells are present is called grey matter. Myelinated matter ഉള്ള ഭാഗത്തിനെ white matter എന്നും പ്രസൻറ്റ് നോട്ട് മൈലിനേറ്റഡ് നെർവ്സ് ആണെങ്കിൽ അതിനെ ഗ്രേ മാറ്റർ എന്നും നമ്മൾ വിളിക്കുന്നു. ദ മേജർ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ് ആർ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിലേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കൊണ്ട് എത്തിക്കുക എന്നതാണ് ഏറ്റവും മേജർ ഫങ്ഷൻ ആരുടെ, മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻ. Accelerate impulses act as an electric insulator and protect the axon
ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, പുറത്തുനിന്ന് ഉള്ള ആഘാതങ്ങളെ കാര്യമായിട്ട് ബോഡി പാർട്സിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആര്? ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബ്രെയിനിലൊക്കെ നമ്മൾ ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീഴ്ചയിൽ പെട്ടെന്ന് ആഘാതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനും കൂടി ആർക്കുണ്ട്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൈലിൻ ഷീറ്റിന് ബ്രെയിൻ എന്നല്ല, ബ്രെയിൻ എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. നമ്മുടെ ബോഡി പാർട്സിൽ എവിടെയാണോ മൈലിൻ ഷീറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെയൊക്കെ പെട്ടെന്നുള്ള ആഘാതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ദെൻ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലും കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു. എന്താണെന്ന് നോക്കാം. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ന്യൂറോൺസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സിനും ഷ്വാൻ സെൽസിനും ഉള്ളത്. An oligodendrocyte constructs myelin sheath by covering the different axons simultaneously or by covering the different parts of the same axon repeatedly. ഇനി എങ്ങനെയാണ് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? മൈലിൻ ഷീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ? ബൈ കവറിങ് ദ ഡിഫറെൻറ്റ് ആക്സോൺ സൈമൾട്ടേനിയസ്ലി ആയിട്ട് പല ആക്സോൺസിനെയും കവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ബൈ കവറിങ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം ആക്സോൺ, ഒരേ ആക്സോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കവർ ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ഏത് ഭാഗം ഉണ്ടാവുന്നത്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നുള്ള പ്രത്യേകത്തിലുള്ള സെൽസ് ഉണ്ടാവുന്നത്. മൈലിൻ ഷീറ്റ് മെയ്ഡ് അപ്പ് ഓഫ് ഷ്വാൻ സെൽസ് ആർ സീൻ ഇൻ ദ ആക്സോൺസ് ഇൻ നെർവ്സ്. നെർവ്സിൽ കാണുന്ന ഷ്വാൻ സെൽസ് അതിനെയാണ് എന്ത് പറയുന്നത്? മൈലിൻ ഷീറ്റ് മെയ്ഡ് അപ്പ് ഓഫ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മൈലിൻ ഷീറ്റിനെയാണ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? നെർവ്സിൽ കാണാൻ പറ്റുന്നത്. ഷ്വാൻ സെൽ എൻസർക്കിൾസ് ദ ആക്സോൺ റിപ്പീറ്റഡ്ലി. ഷ്വാൻ സെല്ലിനെ എന്ത് ചെയ്യുന്നു? ആക്സോണിനെ റിപ്പീറ്റഡ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന, എൻസർക്കിൾ ചെയ്യുന്നതിനെയാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുള്ളത്? ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീറ്റ് എന്താണ്, ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണ് തന്നിട്ടുണ്ട്, ഫങ്ഷൻ ഓഫ് മൈലിൻ ഷീറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ മേലെ 2 പാരഗ്രാഫുകളിലായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി പറയുന്നത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മുടെ ചാപ്റ്റർ എന്താണ്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് ആണല്ലേ? അപ്പോൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമ്പൾസ് ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്? അങ്ങോട്ട് ബ്രെയിനിലേക്ക് എത്തിക്കുന്നതും ബ്രെയിനിൽ നിന്ന് തിരിച്ച് നമ്മുടെ ആ ബോഡി പാർട്ടിലേക്ക് വന്ന് നമുക്ക് വേദനയാണെങ്കിൽ, ഇപ്പോൾ മുള്ളു കുത്തിയിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ അത് വേദനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ബോഡി കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെർവസ് സിസ്റ്റം മാനേജസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്. നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഇമ്പൾസസിലൂടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ആർ ദീസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. എങ്ങനെയാണ് ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ന്യൂറോൺസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അനലൈസ് ദ ഗിവൺ ഫിഗേഴ്സ് 1.2 A, B and C on the basis of the description and the indicators and arrive at your own inferences. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. This is due to the difference in the distribution of certain ions. എന്താണ് ഇനി ഫിഗർ 1.2 A, B, C എന്ന് 3 നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ നോക്കിയാൽ അറിയാം. ഫിഗർ 1.2 A, B, C കണ്ടല്ലോ അല്ലേ? അതിൽ പുറമേയുള്ള പാർട്സിൽ പോസിറ്റീവ് എന്നും ഉള്ളിലുള്ള പാർട്സിന് നെഗറ്റീവ് എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഉള്ള അയേൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് 2 ഭാഗത്തിനും 2 ചാർജസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് 1.2 Aയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റിമുലസ്
നമ്മൾ പറഞ്ഞില്ലേ സ്റ്റിമുലിയാണ് ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. സ്റ്റിമുലിയാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്. ആ സ്റ്റിമുലിയാണ് നമുക്ക് എന്താണ് സെൻസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരാൾ തൊട്ട ഉടനെ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് എന്താണ്? സ്റ്റിമുലിയാണ്. അപ്പോൾ സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നു? ഒരു പിങ്ക് കളറിൽ നിങ്ങളുടെ ഫിഗറിൽ 1.2b എന്ന ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളറിലുള്ള പോർഷൻ അല്ലേ. 1.2c അത് കുറച്ചുകൂടി മൂവ് ചെയ്തതായിട്ട് കാണാം അല്ലേ. കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തതായിട്ട് കാണാം. എന്താണ് ഇതിനർത്ഥം? ഈ സ്റ്റിമുലിയാണ് മൂവ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസ് എത്തിക്കണേ എന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ. നോക്കാം. When stimulated, the distribution of ions in that particular part changes, and hence the inner surfaces becomes positively and the outer surfaces becomes negatively charged. Figure 1.2b. This momentary change differences stimulus in its adjacent parts, and similar changes occur there too. As this process proceeds, figure 1.2c impulses get transmitted as electric charges, nerve impulses, and are messages transmitted through the neurons. ഫസ്റ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് സൈഡും ഫസ്റ്റ് പിക്ചർ 1.2a എന്നുള്ള പിക്ചറിൽ പുറത്തുള്ള സൈഡിനെ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഉള്ളിലുള്ള സൈഡിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് സ്റ്റിമുലി വന്ന സമയത്ത് നോക്കിയേ, പുറത്തുള്ള ഭാഗമൊക്കെ നെഗറ്റീവ് ചാർജ് ആയിട്ടും ഉള്ളിലുള്ള സ്റ്റിമുലി ഉള്ള ഭാഗം പോസിറ്റീവ് ചാർജ് ആയിട്ടും മാറി. എന്തുകൊണ്ടാണ്? വെൻ സ്റ്റിമുലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ് ആൻഡ് ഹെൻസ് ദ ഇന്നർ സർഫസ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്. എന്തുകൊണ്ടാണ്? സ്റ്റിമുലി വന്ന സമയത്ത് ആ പെർട്ടിക്കുലർ പാർട്ടിൽ പുറത്തുള്ള ഭാഗം നെഗറ്റീവ് ചാർജ് ആയിട്ടും ഉള്ളിലുള്ള ഭാഗം പോസിറ്റീവ് ചാർജ് ആയിട്ടും മാറി. And the outer surfaces becomes negatively charged അല്ലേ. This momentary charge different stimulates its adjacent parts. എന്ത് ചെയ്യുന്നു? അടുത്തുള്ള ഭാഗത്തുകൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. And similar changes occurs there through. അത് പാസ് ചെയ്യുന്ന ഭാഗത്തൂടെയുള്ള ചാർജസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. As this processes proceeds, figure 1.2c impulses get transmitted as electric charge impulses. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1.2c എന്നുള്ള ഫിഗറിൽ കാണുന്ന ഇമ്പൾസസ് ഇലക്ട്രിക് ചാർജ് ആയിട്ട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പൊസിഷനിലുള്ള ചാർജസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മാറി മറിഞ്ഞ് വരുന്നത്. ഇനി ഈ ഇമ്പൾസസ് ഏതിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ദീസ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. ന്യൂറോൺസിലൂടെയാണ് ഈ ഇമ്പൾസസ് ഒക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ചാർജസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ, ചേഞ്ച് ഇൻ ദ ചാർജസ് ഓഫ് അയോൺസ് വെൻ സ്റ്റിമുലേറ്റഡ്, ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് തൊട്ട് മുകളിലുള്ള പാരഗ്രാഫിലൂടെ ഡിസ്കസ് ചെയ്തത്. ദെൻ സിനാപ്സ്. Impulses generated in the receptor cells reach the brain. The brain analyzes it and gives direction for proper response. Impulses generate ചെയ്യുന്നത് റിസപ്റ്റർ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസസ് കറക്റ്റായിട്ട് ബ്രെയിനിൽ റീച്ച് ചെയ്യുന്നു. ആ സമയത്ത് ബ്രെയിൻ അനലൈസ് ചെയ്ത് എന്താണ് കാര്യം എന്നുള്ളത് അനലൈസ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു, പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് ബ്രെയിൻ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. To make this possible, the impulses formed in a neuron are to be transmitted. ഇത് ചെയ്യാനായിട്ട് ന്യൂറോൺ ഫോം ചെയ്യുന്ന ഇമ്പൾസസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ്. എങ്ങോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ള ന്യൂറോൺസിലേക്ക്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഒരു ന്യൂറോണിന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകല്ലേ മെസ്സേജസ്, പാസ് ചെയ്യാണ്. അപ്പോൾ ഒരു ന്യൂറോണിന് വേറൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. അതുപോലെ അസോസിയേറ്റഡ് സെൽസ്, അടുത്ത് കിടക്കുന്ന സെൽസിലേക്കും പാസ് ചെയ്യുന്നു. ഹൗ ഡസ് ദിസ് ബിക്കം പോസിബിൾ? എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ 1.4 and 1.5 given below and the description. Prepare a note based on the indicators and your analysis. എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇല്ലുസ്ട്രേഷൻ 1.4 and 1.5
നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, സിനാപ്റ്റിക് നോബിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. Synapse is the junction between two neurons or a neuron and a muscle cell or a neuron and a glandular cell. മനസ്സിലായില്ലേ? ന്യൂറോൺ എന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനാണ്, അതല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദ ആക്സോൺ റീച്ച് ദ സിനാപ്റ്റിക് നോബ്, ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ആക്സോണിൽ നിന്നുള്ള ഇലക്ട്രിക് ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സീക്രേറ്റഡ് ഫ്രം ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് കുറച്ച് കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസസ് സിക്രീറ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇങ്ങനെ സിക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. They stimulate the adjacent dendrite or cell. അവരെന്ത് ചെയ്യുന്നു? അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന സെൽസിനെ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ഇവരെന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അഡ്ജസൻ്റ് ആയിട്ടുള്ള സെൽസ്, അഡ്ജസൻ്റ് ഡെൻഡ്രൈറ്റിനെ, അടുത്ത് കിടക്കുന്ന ഡെൻഡ്രൈറ്റിനെ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന സെൽസിനെ ഇവരെന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക് ഇമ്പൾസസ് കൊടുത്ത് റീജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ. അസറ്റൈൽ choline and dopamine are two examples of neurotransmitters. ന്യൂറോട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾസ് ആണ് അസറ്റൈൽ choline and dopamine. Synapse helps to regulate the speed and direction of impulses. Synapse എന്തിനൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ജംഗ്ഷൻ ആണ്. ഇനി പറയുന്നത് എന്താ? ഇല്ലുസ്ട്രേഷൻ 1.5 പറഞ്ഞിട്ടുണ്ട് 3 ടൈപ്പിലുള്ള സെൽസ് ഏതൊക്കെയാണ് അല്ലേ. നെർവ് സെല്ല് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, രണ്ട് നെർവ് സെൽസ് അല്ലെങ്കിൽ ഒരു നെർവ് സെല്ല് ഒരു മസിൽ സെല്ല് അല്ലെങ്കിൽ ഒരു നെർവ് സെല്ല് ഒരു ഗ്ലാൻഡുലർ സെല്ല് തമ്മിലുള്ള ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നെർവ് സെല്ല് എന്നുള്ള പിക്ചറും മസിൽ സെല്ല് ഗ്ലാൻഡുലർ സെല്ല് 3 പിക്ചറും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. സ്ട്രക്ചർ ഓഫ് സിനാപ്സ്, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്. 3 തരത്തിലുള്ള സിനാപ്സസ് ഒക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. നെർവ് സെൽ, മസിൽ സെൽ ആൻഡ് ഗ്ലാൻഡുലർ സെൽ. സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്പൾസ് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് സിക്രീറ്റ് ചെയ്യുന്നുണ്ട്, സിക്രീറ്റ് ചെയ്യുന്നതിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്താണെന്ന് പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് സിനാപ്സും നോക്കി. ഇനി പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. 2 തരത്തിലുള്ള ന്യൂറോൺസ് ആണുള്ളത്, സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എന്താണ് സെൻസറി ന്യൂറോൺസ് ചെയ്യുന്നത്? ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് സെൻസറി നെർവ്സിൻ്റെ. നേരെ മറിച്ച് മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. മോട്ടോർ ന്യൂറോൺസ് എന്താ ചെയ്യുക? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജസ് റിസീവ് ചെയ്ത് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു അല്ലേ. ദെൻ nerves. You know that nerves are group of axons or nerve fibers. They are covered by connective tissue. കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സിനെയാണ് നെർവ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഫിഗർ 1.3 എന്ത് ചെയ്തിട്ടുണ്ട്? കണക്റ്റീവ് ടിഷ്യൂ, ഒരു യെല്ലോ കളർ ഡാർക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഷീറ്റിൽ കണക്റ്റീവ് ടിഷ്യൂ അതിനെ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് എന്ത് വരുന്നത്? നെർവ്സ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ളത്. ആ യെല്ലോ കളർ ട്യൂബ് ലൈക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക്. അതാണ് എന്ത്? ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഈ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് നെർവിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. നെർവ് ആർ
classified into 3 on the basis of their functions. Analyze the table 1.1 and prepare notes in your science diary. അതിൻ്റെ ഓരോ നെർവ്സിൻ്റെയും ഫങ്ഷൻസ് അനുസരിച്ച് അതിനെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നെർവ്സിനെ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സെൻസറി നെർവ്സും മോട്ടോർ നെർവ്സും നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് മോട്ടോർ നെർവ്സ് ആണെങ്കിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജസ് ബാക്കി ബോഡി പാർട്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നുള്ളതാണ് മിക്സഡ് നെർവ്സ്. മിക്സഡ് നെർവ്സ് എന്താ ചെയ്യുന്നത്? ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജ് എത്തിക്കുക. തിരിച്ചും അതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും ഡ്യൂട്ടി ഒരുമിച്ച് ചെയ്യുന്ന നെർവ്സിനെയാണ് മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഫങ്ഷൻസ് അനുസരിച്ച് നെർവ്സിനെ നമ്മൾ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സഡ് നെർവ്സ്. ഓക്കെ, ദെൻ നെർവസ് സിസ്റ്റം. The nervous system consists of 2 parts, namely the central nervous system and the peripheral nervous system. 2 തരത്തിലുള്ള nervous system ആണുള്ളത്. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, രണ്ടിൻ്റെ പിക്ചർ നമുക്ക് താഴെ തന്നിട്ടുണ്ട് അല്ലേ? ഇല്ലുസ്ട്രേഷൻ 1.6 എന്ത് തന്നിട്ടുണ്ട്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണെന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നെർവസ് സിസ്റ്റത്തിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് എഴുതണം. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും 2 പാർട്സ് ഉണ്ട്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളത് നമുക്ക് പാർട്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഫിഗറിൽ ഏതൊക്കെയാണ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ താഴെയുള്ള ഭാഗത്ത് എന്ത് എഴുതണം? സ്പൈനൽ കോഡ് എന്ന് എഴുതുക. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മളിപ്പോൾ ഫില്ല് ചെയ്താണ്. അതിൻ്റെ താഴെ എന്തുണ്ട്? സ്പൈനൽ നെർവ്സ് എന്ന് തന്നിട്ട് പിന്നെ എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ പാർട്ട് എന്ന് പറയുന്നത്? ക്രാനിയൽ നെർവ്സ് ആണ്. അപ്പോൾ ക്രാനിയൽ നെർവ്സ് എന്നുകൂടി എഴുതി വെക്കാം. ഇനി ഓരോ പാർട്സ്, ബ്രെയിൻ എന്താണ്, അതുപോലെ സ്പൈനൽ കോഡ് എന്താണ്, അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രെയിൻ എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ബ്രെയിനിൻ്റെ ഓരോ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കും, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ ബാക്കിയുള്ള ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇന്ന് പറഞ്ഞു തന്ന ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് ചോദിക്കാം. ദെൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.